ഹായ്, ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ആരും ട്രോളണ്ട. ആ കൂളിംഗ് ഗ്ലാസ് വെച്ചത് കണ്ണിൽ നല്ല ഉറക്കുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, വേറൊന്നും വിചാരിക്കണ്ട. പൊന്നു മനുഷ്യന്മാരെ, ശശികളയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ ഫാത്തിമ തഹ്ലിയ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ ഫാത്തിമ തഹ്ലിയ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ഒരു കാര്യം പറയാം, ശശികളയെ വെറുക്കുന്നവർ, ശശികളയെ ഇഷ്ടമില്ലാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഫാത്തിമ തഹ്ലിയ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫാത്തിമ തഹ്ലിയ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയാണ്. പൊതുവെ മുസ്ലിം സ്ത്രീകൾക്കൊന്നും അങ്ങനെ ഇലക്ഷനിൽ നിൽക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പൊതുവായിട്ട് പ്രവർത്തിക്കാനൊന്നും ചാൻസ് കിട്ടുന്നത് കുറവാണ്. ഒന്നെങ്കിൽ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ഫാത്തിമ തഹ്ലിയക്ക് എങ്ങനെയാണ് കിട്ടിയത്, വീട്ടുകാരുടെ പ്രശ്നത്തിൽ എങ്ങനെയാണ് തരണം ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ ഫാത്തിമ തഹ്ലിയ പറയുന്നുണ്ട്. ആദ്യം 26 സെക്കൻഡിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. ഈ വീഡിയോ മൊത്തത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്നൊന്നായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും കാലമായിട്ടും ശശികലയെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? എന്തിനേറെ കർണാടകയിൽ ഹിജാബ് നിരോധനം നടത്തിയ സമയത്ത് ആ ആളുകളും അവിടുത്തെ പെൺകുട്ടികളുമായിട്ട് ഐക്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ. അതുപോലെ ഒരു പഞ്ചീർ കോടതിക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ വന്നപ്പോൾ അതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ പറഞ്ഞു, ഫാത്തിമ ഈ ഒരു സെൽഫി വേണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അത് യഥാർത്ഥത്തില് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് മാർച്ച്. ഓക്കെ, നമ്മുടെ ഫാത്തിമ തഹ്ലിയ എന്തുകൊണ്ടാണ് ശശികളയെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്, അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് കേട്ടിട്ട് അതിനെ റിയാക്ട് ചെയ്യാം. ഓക്കെ, ശരിക്കും എൻ്റെ വഴികളൊക്കെ ഒരു നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ഒരുപാട് കടമ്പകൾ നടന്നിട്ടുണ്ട്, ഒത്തിരി നോകൾ കേട്ടിട്ടുണ്ട്. ഈ നോകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു യെസ് കേൾക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് നമ്മൾ ഈ പറയുന്ന പോലെ മരുഭൂമിയിലൊരു മഴ പെയ്യുന്ന കണക്കുള്ളൊരു അനുഗ്രഹമാണ്. അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടതിൽ ഏറ്റവും വലുത് ഒരു യാത്ര പോകുമ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്നിട്ടുള്ള നോകൾ എന്നുള്ളതാണ്. 100% ശരിയാണ്. ഒരു സ്ത്രീ പോരാത്തതിന് ഇവർ മുസ്ലിം ഞാനിവിടെ വർഗീയതല്ല കൊണ്ടുവരുന്നത്, കാര്യം പറയുന്നതാണ്. പോരാത്തതിനൊരു മുസ്ലിം റിലീജൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ പൊതുപ്രവർത്തനം ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം ട്രോൾ ചെയ്യും. അതിപ്പോ എല്ലാ മതസ്ഥരും ട്രോളുന്നുണ്ട്. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. യാത്ര ചെയ്യുമ്പോൾ പൊതുജീവിതത്തിലേക്ക് നമ്മൾ ഇടപെടുമ്പോൾ എന്തായാലും നമുക്ക് യാത്രകൾ ഉണ്ടാകും. എപ്പോഴും ഒരാളെ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളെ മുന്നിൽ കാണിക്കാൻ എനിക്കില്ല. ഇങ്ങനെ ഒരു പൊതുജീവിതം നയിക്കുന്ന ഒരു വനിതയെ കാണിക്കാനുള്ള ഒരു സ്ഥലത്തു നിന്നല്ല ഞാൻ വരുന്നത്. നന്നായി രാഷ്ട്രീയ ബോധമുള്ള ഒരു എൻ്റെ ഫാമിലി യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് പൊളിറ്റിക്സിലുള്ള ആളുകളാണ്. പക്ഷേ ഒരു സ്ത്രീയെ ഇത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് പറഞ്ഞയക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലൊന്നുള്ള ഒരു ചുറ്റുപാടുന്നല്ല ഞാൻ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായല്ലോ. അതായത് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നത് പോലെ പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്കൊന്നും അത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോവാൻ പറ്റുന്ന ഒരു ഫാമിലി അല്ല. പിന്നെ എങ്ങനെയാണ് ഫാത്തിമ തഹ്ലിയ വന്നത്, കേട്ടു നോക്കാം. അപ്പോൾ ഒത്തിരി കടമ്പകൾ കടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കടക്കാൻ സാധിച്ചു. ഇപ്പോൾ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ആത്മധൈര്യം. 100% ശരിയാണ്. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയെ കുറേ പേര്, ഞാൻ ഉൾപ്പെടെയുള്ള കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പോഴും ഒരു ചോദ്യം വരും, ഇപ്പം മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA ആണ്. അപ്പോൾ ആളുകൾ ചോദിക്കാനുണ്ടാവും, മുസ്ലിം വനിതകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് കുറച്ചുകൂടി കടമ്പുള്ള പണിയാണോ, അതോ ലീഗിൽ നിന്നും നമുക്ക് ആ സപ്പോർട്ട് കിട്ടാത്തൊരവസ്ഥയുണ്ടോ, അതുകൊണ്ടാണോ ആളുകൾ ഇങ്ങനെ പിന്നിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. എനിക്ക് യഥാർത്ഥത്തിൽ തോന്നിയത്, ഏതൊരു സ്ത്രീയാണെങ്കിലും ആ സ്ത്രീക്ക് അവരുടേതായിട്ടുള്ള ഒരു കടമ്പ കടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നിന്നയുടെ ആ പുസ്തകത്തിൽ ഒരു വാക്ക് അവൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ആളുകൾ അറിഞ്ഞു തുടങ്ങുമ്പോഴാണ്, ഓ ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ഉണ്ട്. പക്ഷെ അവർ കടന്നു വന്ന വഴികളുണ്ട്, ചാടിക്കടന്നു വന്ന ഓരോ ഘട്ടങ്ങളും, അവർ സഹിച്ചിട്ടുള്ള വേദനകൾ, അവരുടെ മാനസിക പ്രയാസങ്ങൾ, ഇതൊന്നും ആളുകൾ ഒരു പക്ഷെ അറിയില്ല. 100% ശരിയാണ്. പ്രത്യേകിച്ച് ഒരു പെണ്ണാവുമ്പോൾ, അതായത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നുണ്ട് ഫാത്തിമ തഹ്ലിയ പറയുന്നത്. അവർക്ക് ത്യാഗം, ഒരു MLA ആണെങ്കിൽ എന്ത് പണിയുണ്ട് പൊന്നു മനുഷ്യന്മാരെ, ചില്ലര കാര്യമാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് ഒരു സമൂഹത്തിൽ നിന്ന് വരുമ്പോൾ വളരെ വളരെ നല്ലൊരു അധ്വാനിക്കണം. ഒക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. അപ്പം ഏത് സ്ത്രീ ആണെങ്കിലും അവർക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ ഫീൽഡിലേക്ക് വരാമെന്ന് പറയുമ്പം ഒത്തിരി പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പുരുഷനേക്കാൾ അപ്പുറത്തേക്ക് ഒരു സ്ത്രീ ഒരു സ്ട്രഗിളിങ് ക്യാരക്ടറാണ്. എപ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാനസികമായിട്ടെങ്കിലും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരാൻ,
തീർച്ചയായിട്ടും അത് എല്ലാ സംഘടനയിലും പോലെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരാനുള്ള പ്രയാസങ്ങളൊക്കെ തീർച്ചയായിട്ടും അവർക്കാർക്കും പരിചയമില്ലല്ലോ. അതൊരു ന്യൂ ആയിട്ടുള്ള ഒരു ഇടപെടലാണല്ലോ. ഓക്കെ, 100% ശരിയാണ് ഫാത്തിമ തഹ്ലിയ പറഞ്ഞത്. ഒരു പെണ്ണിന്, അവൾ ഏത് മതമാവട്ടെ, ഒരു പെണ്ണിന് ഒരു MLA ആവാൻ പറ്റുന്നത് ചില്ലറ കാര്യമല്ല. ചിലരൊക്കെ കോടാനുകോടി രൂപ ഒരു പാർട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് ഞാൻ നിങ്ങളെ പ്രചാരണത്തിന് ഇത്ര കോടി തരാം, എനിക്കൊരു സീറ്റ് തരൂ എന്ന് പറഞ്ഞിട്ട് പോലും MLA ആവുന്നവരുണ്ട്. അപ്പോൾ ഒരു MLA ആയിക്കഴിഞ്ഞാൽ നല്ല പൈസക്ക് വേണ്ടിയിട്ടല്ല, നല്ല പദവിയാണ്. ഈ പറയുന്ന ഫാത്തിമ തഹ്ലിയ അത് നേടിയെടുത്തു, അതിൽ അഭിനന്ദിക്കുന്നു. ബാക്കിയും കൂടി കേട്ടു നോക്കാം. അപ്പൊ ആ രൂപത്തിൽ എല്ലാവരും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം എടുക്കുമല്ലോ. പക്ഷെ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു തോന്നലില്ല. കാരണം ഞാൻ ഈ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ വളരെ ആത്മാർത്ഥമായിട്ട്, അത് സ്ഥാനങ്ങളൊന്നും കണ്ടിട്ടല്ല എന്നുള്ളത് എനിക്ക് ഹൃദയത്തിൽ തട്ടി തന്നെ പറയാൻ സാധിക്കും. സ്ഥാനങ്ങളില്ലാതെയും ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത സിസ്റ്റം അല്ല, സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റവും ഒരു എഞ്ചിനും തന്നെയാണ് ഞങ്ങളെ സംഘടനയ്ക്കുള്ളത്. അതുകൊണ്ടാണല്ലോ രണ്ടുപേരെ മത്സരിപ്പിക്കുകയും ഇപ്പം അതിലൊരാളായിട്ട് എനിക്ക് ജയിച്ചു വരാനും സാധിച്ചത്. അപ്പൊ പോലും അതിലൊരു വിമർശനം ചിലരുന്നയിച്ചത്, എന്തുകൊണ്ട് വനിതകൾ വന്നിട്ടും അവർക്കൊരു ഷുവർ സീറ്റ് കൊടുക്കാണ്ട് നിങ്ങൾ കുറച്ച് ടഫ് കോമ്പറ്റീഷനുള്ള മണ്ഡലങ്ങൾ കൊടുത്തു എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. ഓക്കെ, 100% ശരിയാണ്. ഫാത്തിമ തഹ്ലിയയുടെ മണ്ഡലം, പേരാമ്പ്ര മണ്ഡലം എന്ന് പറയുന്നത് ചില്ലറ മണ്ഡലമല്ല, LDFന്റെ കോട്ടയാണ്. ഓക്കെ, മുസ്ലിം ലീഗ്, അതായത് മുസ്ലിം സ്ത്രീകൾക്ക് സീറ്റ് പൊതുവെ കൊടുക്കുന്നത് കുറവാണ്. നിങ്ങൾക്ക് ഒന്ന് ഗൂഗിളിൽ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. രണ്ടാളെ മത്സരിപ്പിച്ചത് ജയിക്കത്തില്ല എന്ന്, ജയിക്കാൻ വേണ്ടിയാണ് മത്സരിപ്പിച്ചത് എന്നാലും പറയാം, ടഫായിട്ടുള്ള 2 സീറ്റാണ് കൊടുത്തത്. ഫാത്തിമ തഹ്ലിയ പൊരുതി ജയിച്ചു എന്നേ നമുക്ക് പറയാം. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. എനിക്ക് തോന്നിയത് എൻ്റെ പാർട്ടിക്ക് ഞാൻ പേരാമ്പ്ര പോയി മത്സരിച്ചാൽ ആ സീറ്റ് കിട്ടും എന്നുള്ള പാർട്ടിയുടെ തോന്നലാണ്. എന്നെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ബഹുമാനീയനായിട്ടുള്ള എൻ്റെ പ്രസിഡന്റിനോട്, സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന്. ഭയങ്കര മജീഷ്യനാണ് അദ്ദേഹം. എനിക്ക് പോലും അങ്ങനെ ഒരു സീറ്റിലേക്ക് അവിടെ പോകുമ്പോൾ ജയിക്കാൻ പറ്റുമോ എന്നുള്ള തോന്നലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വളരെ വലിയ ഉറപ്പായിരുന്നു ഞാൻ അവിടെ ചെന്നാൽ ജയിക്കും എന്നുള്ളത്. സോ നമ്മളെക്കാൾ കൂടുതൽ നമ്മളുടെ കഴിവിനെയോ അല്ലെങ്കിൽ നമ്മളുടെ സാധ്യതകളെയോ ഒരു സംഘടനയിലെ നേതൃത്വം മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഐ തിങ്ക് വി ഹാവ് ടു ഫീൽ ബ്ലെസ്ഡ്. പുറത്ത് നല്ല മഴയാണ്. എനിക്കൊന്നും ഫാത്തിമ തഹ്ലിയ പറയുന്നത് ക്ലിയർ ആയി കേൾക്കുന്നില്ല. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയും കൂടി കേട്ടു നോക്കാം. വനിതാ ലീഗിൽ നിന്നും എതിർപ്പ് വരികയാണ്. അതെന്തുകൊണ്ടാണ് അതുണ്ടായത്? കാരണം മുർബിന റഷീദിനെ പോലുള്ള ആളുകളൊക്കെ പരസ്യമായി വന്നു നിന്നുകൊണ്ട് അത്തരത്തിലൊരു പ്രതിഷേധം അറിയിക്കുക, അത് യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ട ഒരു പ്രതിഷേധം മാത്രമായിരുന്നു. വനിതാ ലീഗിന്റെ ഭാഗത്തു നിന്ന് അത് ഞങ്ങളുടെ പ്രസ്താവനയല്ല എന്നുള്ളത് ബാക്കിയുള്ള നേതൃത്വം തുറന്നു പറയുകയും ചെയ്തു. രാജിവെച്ച് അവർ ഒറ്റക്കാണ് പുറത്തു പോയത്, അവരോടൊപ്പം വേറെ ആരുമില്ല. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളാവും. അവരെ പോലെ ഒരു മുതിർന്ന നേതാവ്, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ. പാർട്ടിയുടെ പല സീറ്റുകളിലും അവരിരുന്നിട്ടുണ്ട്. വനിതാ കമ്മീഷൻ അംഗമായിരുന്നു അവർ കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്തിൽ അവർ മത്സരിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവരോടൊപ്പം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഞാൻ, എൻ്റെ മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്, അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ എല്ലാ കാലത്തും വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഉത്തരം പറയേണ്ടത് എനിക്കറിയില്ല, പാർട്ടിയാണ് ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത്. ഓക്കെ, പാർട്ടിക്ക് തന്നെ ഫാത്തിമ തഹ്ലിയ ഒരു അഭിമാനമാണ്. നിയമസഭയിൽ ഒരു പെൺകുട്ടി, ലീഗിന്റെ പെൺകുട്ടി ആദ്യമായിട്ടാണ്. ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഇതൊക്കെ കണ്ടിട്ടാണ് ശശികലക്ക് കുരുപൊട്ടുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. പക്ഷെ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അവര് റീലിന് വേണ്ടി അറസ്റ്റ് വരിച്ച ഒരാളാണ്, റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ സമരങ്ങൾക്ക് പോയിട്ടുള്ളത്. അത്രയും കാലം വാങ്ങിക്കുട്ടിയ അടികൾക്കും അല്ലെങ്കിൽ വരിച്ച അറസ്റ്റുകൾക്കും ഒക്കെ നിസ്സാരമായ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ട് വെറും സോഷ്യൽ മീഡിയ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഒരു കാര്യമില്ലേ? അതെ, ഇത് യഥാർത്ഥത്തില് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുന്നത് ആരാന്ന് നമുക്കറിയാം. ഒരു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ വാദങ്ങളാണ് ഇതൊക്കെ. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് റീൽസിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അറ്റൻഷനോ വേണ്ടിയിട്ടല്ല. എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മതി, ഞാനാണ് എൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. അതിൽ പലപ്പോഴും വളരെ വൈകിട്ടുള്ള കാര്യങ്ങൾ, അത് ഞാൻ വളരെ ഫിൽട്ടർ ചെയ്ത് ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങൾ ഇടപെടാറ്. പിന്നെ ഈ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണെന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ മാത്രമല്ലല്ലോ,
പുറം ലോകത്ത് ഇപ്പം പാപ്പരാസികളോടുള്ള ഒരു അഭ്യർത്ഥന ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇതൊക്കെ എൻ്റെ എഞ്ചിനാണെന്ന്, ഞാൻ കൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്നുള്ള ധാരണയൊക്കെ ഉണ്ട്. എനിഹൗ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ സലീംകുമാർ വിഷയം വന്നപ്പോൾ തന്നെ തഹ്ലിയുടെ ഒരു വാർത്തയായിരുന്നു, ഭയങ്കരമായിട്ട് പ്രസ്താവനയായിരുന്നു, വാർത്തയായിട്ടുണ്ടായിരുന്നത്. കാരണം ഇങ്ങനെയുള്ള ഓൺലൈൻ മീഡിയകളെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. എൻ്റെ ഓക്കെ, 100% ശരിയാണ്. അതായത് ഞാനും കണ്ടിട്ടുണ്ട് ഫാത്തിമ തഹ്ലിയ പെൺകുട്ടികളല്ലേ, നമ്മൾ ആൺകുട്ടികളും ചെയ്യുന്നില്ലേ, അതായത് എന്തെങ്കിലും ആകുമ്പോൾ ഷോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ക്യാമറ കൊണ്ടുപോയി അവിടെ വളരെ വളരെ അവരെ സ്വകാര്യ ഭാഗങ്ങൾ സൂം ചെയ്തിട്ട് അവരുടെ ചാനലിൽ മോശമായിട്ടുള്ള തംബ്നെയിൽ വെച്ചിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഇത് ശരിയാണോ? വളരെ വളരെ തെറ്റ്. ഫാത്തിമ തഹ്ലിയക്ക് എന്നല്ല, ലോകത്ത് ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു ഗതികേട് വരരുത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പുറകെ നടന്ന് ഇങ്ങനെ ചിത്രീകരിക്കരുത് എന്നുള്ളത്. അതെ അതെ, തീർച്ചയായിട്ടും നമ്മുടെ സ്വകാര്യതയ്ക്ക് യഥാർത്ഥത്തിൽ അതിനെ മാനിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നിങ്ങളൊരു സോഷ്യൽ സ്പേസിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ പ്രൈവസി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. ഈ ക്യാപ്ഷനുകളാണ് വിഷമിപ്പിച്ചത്. ക്യാപ്ഷനും പിന്നെ അതിന്റെ ക്യാമറയുടെ ലെവലും ആംഗിളും ഒക്കെ പ്രശ്നമാണ്. ഒരു വ്യക്തി ഇപ്പം പ്രിൻസി ഒരു പൊതു സ്ഥലത്ത് നിന്നിട്ട് ഒന്ന് ഡ്രസ്സ് ശരിയാക്കുമ്പം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഒരു പ്രൈവസി ഉണ്ട്. ആ സമയത്ത് ക്യാമറയായിട്ട് വന്നിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന ക്യാപ്ഷനുകൾ, ചായ സാധാരണക്കാരെ പോലെ ചായ കുടിക്കുന്നത് കണ്ടോ, എന്താണ് അതിന്റെ ആവശ്യം എന്താ? എന്നിട്ട് അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ, ആ കമന്റുകൾ നെഗറ്റീവ് കമന്റ്സ് ആണ്. അപ്പൊ ആ നെഗറ്റീവ് കമന്റ്സ് വന്ന് ഇവരൊരു മോണിറ്റൈസേഷൻ ബിസിനസ് ആക്കി മാറ്റാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതിന്റെ ആവശ്യം എന്താ? നിങ്ങൾക്ക് നല്ല ഒത്തിരി കണ്ടന്റ് ഇല്ലേ ഇവിടെ? നല്ല യൂട്യൂബേഴ്സ് ഉള്ള ഒരു നാടാണ് നമ്മളെ കേരളം. എത്ര മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പണിയെടുക്കുന്നത് വളരെ വളരെ ചുരുങ്ങിയ ഫോളോവേഴ്സ് ഉള്ള ചാനലാണ്. ഓക്കെ, അവർ റിച്ചിന് വേണ്ടിയിട്ടാണ് ഫാത്തിമ തഹ്ലിയയുടെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക. ഫാത്തിമ തഹ്ലിയ എന്നല്ല, നടിമാർ ഏതൊരു പെണ്ണിനെ കണ്ടാലും അവറ്റകൾ അങ്ങനെയാണ്, റിച്ചിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ആരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രിയദർശിനി ബസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പിന്നെ ബസ് സ്റ്റാൻഡിൽ വന്ന് കൊണ്ടുവച്ചു. ആളുകൾ ഉള്ളിലേക്ക് കയറുമ്പം ടിക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് കയറുന്നത്? എനിക്ക് യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളുടെ ഒരു ഉദ്ഘാടന ബസ്സല്ലേ, അപ്പം നിങ്ങളൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ സഹകരിക്കാൻ കൂട്ടാക്കിയില്ല, ബസ്സിൽ തന്നെ നിന്നു. പിന്നെ അതിനുശേഷം എനിക്ക് വളരെ കർക്കശമായിട്ടുള്ള ഭാഷയിൽ അവരോട് പറയേണ്ടി വന്നു, പുറമെ താഴെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഇരിക്കുമ്പം മാധ്യമപ്രവർത്തകരല്ലാത്ത സ്ത്രീകളല്ലാത്ത ആളുകൾ ഇറങ്ങണം. അത് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ നിന്നിരുന്ന ആളുകളെയാണ്. പിന്നീട് ഞാൻ ഈ പ്രസ്താവന നടത്തിയതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് ഞാൻ പുരുഷന്മാരോട് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇത് CPM പ്രവർത്തകർ ചെയ്തതാണ്. അതായത് ഒരു കാര്യം പറയാം, പ്രിയദർശിനി KSRTC ഉദ്ഘാടന ദിവസം ഫാത്തിമ തഹ്ലിയ പറഞ്ഞു, എന്തായാലും സർക്കാർ 600 കോടി ചെലവിട്ടിട്ട് അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ എന്തായാലും റീൽസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫാത്തിമ തഹ്ലിയ പറഞ്ഞു, ആണുങ്ങളെ ഒന്ന് ഇറങ്ങിക്കോ, ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഉദ്ഘാടന ദിവസം ഒരു 5 മിനിറ്റിന്. 5 മിനിറ്റ് ഒന്ന് മാറി നിന്നാൽ എന്താവും? എല്ലാ ദിവസവും പറയുന്നുണ്ടോ? അപ്പോൾ CPMകാർ നമ്മുടെ ഫാത്തിമ തഹ്ലിയെ തെറി വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇവരുടെ അച്ഛൻ്റെ ബസ്സാണ്, ഇവരുടെ തന്തയുടെ ബസ്സാണെന്നൊക്കെ പറഞ്ഞ് അത് വളരെ വളരെ തെറ്റാണ്. CPM പ്രവർത്തകരെ എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം. യഥാർത്ഥത്തിൽ ആ ബസ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുകയും അതിൽ പുരുഷന്മാരുൾപ്പെടെയുള്ള ആളുകൾ പോവുകയും ചെയ്യുന്ന ഒരു ബസ്സാണ്. KSRTC ബസ് എന്താ എൻ്റെ തറവാട് സ്വത്താണോ എന്നൊക്കെ ചോദ്യമൊക്കെ കണ്ടു. ഇതിനെക്കുറിച്ചൊക്കെ ആർക്കാ മനസ്സിലാക്കാൻ പറ്റാത്തത്? ഞാൻ ആ സമയത്ത് പ്രതികരിച്ചിരുന്നത് ആ കൃത്യമായിട്ടുള്ള ഒരവസരത്തിൽ വേണ്ടി മാത്രമുള്ള കാര്യമാണ്. പക്ഷെ ആ കണ്ടന്റ് മാത്രം എടുത്തിട്ട് എതിരെ പ്രയോഗിക്കുന്നതും അതാണ് ഇവരെ നിയന്ത്രിക്കണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങള് വളരെ നമ്മള് യൂഷ്വലായിട്ട് ഇടപെടുന്ന സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ സ്വകാര്യ സമയങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യതയിലേക്ക് കയറി വരുന്നതിനെ തീർച്ചയായിട്ടും നിയന്ത്രിക്കണം. ആ ബസ് യാത്രയിൽ തന്നെ ഇവർ ഈ പറയുന്ന വീഡിയോയിൽ തന്നെ എൻ്റെ ഒപ്പം പാസഞ്ചേഴ്സ് ആയിട്ട് പുരുഷന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യാപകമായിട്ട് നടന്നു വരുന്നുണ്ട്. അതിന്റെ ഒരു ഇര തന്നെയാണ് ഞാൻ, കാലങ്ങളായിട്ട് അതിന്റെ ഇരയാണ് ഞാൻ. ഓക്കെ, 100% ശരിയാണ്. ബാക്കിയും കൂടി കേട്ടു നോക്കാം. 2 വർഷത്തിനിടയിലാണെന്ന് തോന്നുന്നു ശ്രീ അനിൽ കുമാർ, അതെ, അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് വളരെ പിന്നെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനാണ് അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ ആ വിഷയത്തിൽ സംസാരിച്ചൊരു വ്യക്തി എന്ന് എനിക്ക് തോന്നുന്നു. അവർ പറഞ്ഞത് CPMന്റെ ഇടപെടൽ കൊണ്ടാണ് സ്ത്രീകളുടെ തട്ടം
പിന്നെ ഇപ്പം അവര് തട്ടമിട്ട മാറ്റാൻ സ്ത്രീകൾ, അതെ അതെ. അപ്പം യഥാർത്ഥത്തിൽ അത് വളരെ അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വ്യക്തി ഹിജാബ് ഇടുക എന്ന് പറയുമ്പോൾ, തട്ടമിടുക എന്ന് പറയുമ്പോൾ, അത് ആരെയാണ് ഇവിടെ അലോസരപ്പെടുത്തുന്നത്? BJPക്ക് അത് അലോസരപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സമ്മതിക്കാൻ പറ്റും. പക്ഷെ ഒരു CPM-കാരായിട്ടുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഇതെങ്ങനെയാണ് അലോസരമായിട്ട് മാറുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ, വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ, ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ചു തരുന്ന സകല അവകാശങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. ഓക്കെ, ഒരു കാര്യം പറയാം എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, നമ്മൾ കൂടിപ്പോയാൽ 50 വയസ്സോ 60 വയസ്സോ ഏറിപ്പോലെ 70-75 പിടിക്ക് നമ്മൾ മരിക്കൂലേ? പിന്നെ എന്തിനാണ് വർഗീയതൊക്കെ പറഞ്ഞ് കലഹമുണ്ടാക്കുന്നത്? എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ഡ്രസ്സ് നിങ്ങൾ ധരിക്കുന്നേ, നിങ്ങൾക്ക് ധരിക്കാതിരിക്കും, നിങ്ങൾ ധരിക്കേണ്ട, നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് നിങ്ങൾ ചെയ്യൂ പൊന്നു മനുഷ്യന്മാരെ. അതിൻ്റെ പേരിൽ ഇപ്പോൾ ശശികളെ പോലുള്ളവർ തട്ടമിടണ്ട അല്ലെങ്കിൽ മറ്റു ചെയ്യണ്ട എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല പൊന്നു മനുഷ്യന്മാരെ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്തിനേറെ കർണാടകയിൽ ഹിജാബ് നിരോധനം നടത്തിയ സമയത്ത് ആ ആളുകളും അവിടുത്തെ പെൺകുട്ടികളുമായിട്ട് ഐക്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ. ഇവരാണ് ഇത് ഹിജാബ് അയക്കുന്നത്, ഞങ്ങൾ പുരോഗമനമാണ് എന്ന് പറയുന്നത്. അതുപോലെ ഹരിതയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് എല്ലാവരും പറഞ്ഞു ഇതാ ഫാത്തിമയുടെ ഭാവി തകരാൻ പോവുകയാണ്, പൊളിറ്റിക്കൽ കരിയർ ഇപ്പോൾ പല കാര്യങ്ങളിലും പ്രതികരിച്ചപ്പോൾ ഇതോടെ അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞവരുണ്ട്. അതിൽ നിന്നുള്ള ഒരു അതിജീവനം എത്രത്തോളം സാധ്യമായിരുന്നു? ഞാൻ പൊളിറ്റിക്സിൽ ആക്റ്റീവായ സമയം മുതൽ വിവാദങ്ങൾ കൂടെ ഉണ്ട്. അതെന്താണെന്നറിയില്ല. ഞാൻ അത്തരത്തിൽ വിവാദങ്ങളിലേക്കൊന്നും പോയിട്ടില്ലെങ്കിലും വിവാദങ്ങൾ പിറകെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സാന്നിധ്യം അത് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമല്ല. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ എന്നോട് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അതിനെ ഉൾക്കൊള്ളാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, വളരെ ബഹുമാനപൂർവ്വം തന്നെ. പിന്നെ അല്ലാത്തതിന് ബഹുമാനപൂർവ്വം തന്നെ പിന്നെ നിരാകരിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല രസകരമാണ് കേൾക്കാൻ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പം എന്തായാലും അതിജീവിക്കുക എന്ന് പറയുമ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തൽ പൊതുവെ നമ്മളൊരു സോഷ്യൽ ഫീൽഡിലുള്ള, പ്രത്യേകിച്ച് അധികം ആളുകളില്ലാത്ത ഒരു മേഖലയിലൂടെ വന്ന് വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ പരാമർശങ്ങളല്ല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ പലപ്പോഴും പറ്റിയിട്ടില്ല. ഞാൻ ആ സമയവും സന്ദർഭവും പിന്നെ വളരെ ആത്മാർത്ഥമായിട്ടുമാണ് ഇത്രയും കാലം സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇവിടെ ഒരു പക്ഷേ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടാകാം. പക്ഷെ പിൽക്കാലത്ത് അതൊക്കെ ശരിയായിരുന്നു എന്നുള്ള രൂപത്തിലേക്ക് വന്നു. അതാണ് ആശ്വാസം. MSF ഇപ്പോഴും അംഗീകരിക്കാൻ മടിയാണോ? ഇല്ലില്ല, ഞാൻ MSF-ലൂടെ വന്ന ആളല്ലേ. ഞാൻ ഹരിത എന്ന് പറയുന്നത് MSF-ന്റെ വിദ്യാർത്ഥിനി വിഭാഗമായിരുന്നു. അതിന്റെ പ്രഥമ ജനറൽ പല നേതാക്കൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അമർഷം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ആൻസർ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമാണ് അതൊക്കെ, അല്ലാതെ സംഘടനാപരമായി. ഒരു സ്ത്രീ എന്ന പേരിൽ പലതും വിളിച്ച് പറയരുത്, മാനിപ്പുലേറ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു പല നേതാക്കള് അതിലെ MSF-ലെ ആളുകൾ തന്നെ പറയാ. അതൊക്കെ വിഷമിപ്പിക്കില്ലേ ഒരു ഘട്ടത്തിലും? വിഷമം എന്ന് പറയുന്നത് നമ്മൾ അതിനെ ആ രൂപത്തിലേക്ക് എടുക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും പാർട്ടി സംവിധാനത്തിൽ ഇപ്പം MSF-ലാണെങ്കിലും യൂത്ത് ലീഗിലാണെങ്കിലും എൻ്റെ പാരന്റ് ബോഡി ആയിട്ടുള്ള മുസ്ലിം ലീഗിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിനേക്കാൾ മുകളിലല്ല വേറെ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഫാത്തിമ തഹ്ലിയയെ ശശികല എന്ന് പറയുന്നവരോട് ഒരു കാര്യം പറയാം. എന്ത് നീതിമാനായിട്ടാണ് ഫാത്തിമ തഹ്ലിയ എന്തെങ്കിലും വർഗീയത പറയുന്നുണ്ടോ? നിങ്ങൾ കേട്ടോ? കുറെ പേര് പറയുന്നത് ഫാത്തിമ തഹ്ലിയ ശശികല എന്നാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ടോ. അതുപോലെ ഒരു പഞ്ചീർ കോടതിക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ വന്നപ്പോൾ അതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ പറഞ്ഞു ഫാത്തിമ ഈ ഒരു സെൽഫി വേണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സമരം നടന്നിരുന്നു. അന്ന് അദ്ദേഹം പാലക്കാട് പോയി മത്സരിച്ചിട്ടൊന്നുമില്ല. അപ്പം അന്ന് ഞങ്ങൾ ജയിലിൽ ഏകദേശം ഒരാഴ്ചയിലേറെ ജയിലിൽ കിടന്നു. ഞങ്ങൾ സ്ത്രീകൾ പിന്നെ അട്ടക്കുളങ്ങരയും ഒരു പിന്നെ മറ്റ് പുരുഷന്മാർ ഇവിടുത്തെ ജില്ലാ ജയിലിലാണ് ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞിപ്പോൾ കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും ഹാജരായപ്പം സ്വാഭാവികമായിട്ട് ഹാജരായിട്ടുള്ള അന്നത്തെ പ്രതികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ചേർന്നെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത്, സെൽഫി ആയിരുന്നു അത്. പിന്നെ അതിൽ ഒരുപാട് ആൾക്കാർക്ക് അത് പ്രയാസമായി, കുറേ ആൾക്കാർക്ക് അതിൽ ബുദ്ധിമുട്ടായി എന്ന് തോന്നിയപ്പം ഞാനത് പിൻവലിക്കും. അത്ര ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെ ആ രൂപത്തിൽ എടുക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഒരേ വിഷയത്തിൽ ഇടപെട്ട ആളുകൾ എടുത്തിട്ടുള്ള ഒരു സെൽഫി, അത്രമാത്രം അതിനെ കണ്ടാൽ മതി. ഓക്കെ, അതിപ്പോൾ നമ്മൾ പറയണോ? രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ട് ആര് എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. ഓക്കെ,
ബാക്കിയും കൂടി കേട്ടോ നോക്കാം. അതുപോലെ ചില വീഡിയോസ് ഞാൻ കാണുമ്പോൾ ഇപ്പം അതിൻ്റെ അടിയിൽ വരുന്ന ചില കമന്റ് ഇട്ട് തട്ടമിട്ട ശശികല എന്താ വർഗീയത പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ അങ്ങനെയൊക്കെ വിമർശിക്കാറുണ്ടല്ലോ. ഭയങ്കരമായിട്ട് അത് യഥാർത്ഥത്തിൽ CPM സൈബർ മേഖലയിൽ നിന്ന് വരുന്ന കാര്യമാണത്. ഏറ്റവും കൂടുതൽ പിന്നെ ഈ രൂപത്തിൽ പ്രതികരിച്ചപ്പം മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. CPM എന്നെ ശശികല എന്ന് വിളിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും കാലമായിട്ടും ശശികലയെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അതിന് മറുപടി അവർ പറയണ്ടേ. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് പല കേസുകളും പല ആളുകളും KP ശശികല നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അതിലൊരു അറസ്റ്റ് പോലും രേഖപ്പെടുത്താത്ത ആളുകൾ എന്നെ വന്ന് ശശികല എന്ന് വിളിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളതെന്ന് അവർ വിവരിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ നിരന്തരമായിട്ട് ഇവിടെയുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ്. മതേതര മൂല്യങ്ങളെ കളങ്കപ്പെടുത്തുന്ന വിഷയങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലല്ലോ. ഓക്കെ, ശശികല പറയുന്ന വർഗീയത, എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഈ ശശികലയാണ് ഫാത്തിമ തഹ്ലിയായിട്ട് കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ പറയാം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്നാലും പിന്നെ ഓപ്പൺലി സംസാരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കേൾക്കേണ്ടി വരുന്ന വിമർശനങ്ങളായിട്ടാണ് ഞാൻ അതിനൊക്കെ കണക്കാക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതാണെങ്കിലും ഒരു അധികാര പദവിയിലേക്ക് വന്നതാണെങ്കിലും ഇപ്പൊ എല്ലാവരും അസൂയോടെ നോക്കുന്ന ഒരു പദവിയിലിരിക്കുകയാണ് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് നേരത്തെ ആയി പോയി ഈ ഭരണ പദവിയിലേക്ക് എത്തിയതെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അനാലിസിസ് ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ എന്തായാലും വലിയൊരു ഉത്തരവാദിത്തത്തിലായിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതില് വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം, ഞാൻ നിയമസഭയിലേക്ക് എത്തി എന്നുള്ളതിൽ ഒത്തിരി ആളുകളുണ്ട്. അതിലേറെ ആളുകളും പെൺകുട്ടികളാണ്. അത് അവരുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നു, എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പോലും അല്ല, പ്രിൻസിയെ പോലെയുള്ള നമ്മളുടെ ഏജിലുള്ള ഒത്തിരി പെൺകുട്ടികൾ എന്നോട് പല സ്ഥലത്തുനിന്നും പലരും അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയും ആഗ്രഹവും അവരെന്തോ നേടിയെടുത്തു എന്നുള്ള ലെവലിലുള്ള അത് ആരെങ്കിലുമൊക്കെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, ഞാൻ അതിൽ വളരെ ഹാപ്പിയാണ്. അവരൊക്കെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെയൊക്കെ വേദനകൾ, നമുക്ക് ഇത്രയും കാലം ചില കാര്യങ്ങളൊക്കെ അൺഹേർഡായിട്ട് കിടക്കുന്നുണ്ട്. അതിനെയൊക്കെ തീർച്ചയായിട്ടും നിയമസഭയിൽ കൊണ്ടുവരാനും അവതരിപ്പിക്കാനും പിന്നെ വേണ്ടിയ രൂപത്തിലുള്ള ശ്രദ്ധയിലേക്ക് എത്തിക്കാനും വേണ്ടി. ഓക്കെ, നല്ല രസകരമാണ് നമ്മുടെ ഫാത്തിമ തഹ്ലിയയുടെ പ്രസംഗം. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് വെക്കുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഈ വിളിച്ചത് അഭിനന്ദിച്ചതും പറഞ്ഞിരുന്നല്ലോ, അതിലേതെങ്കിലും മറ്റ് പാർട്ടിയിൽപ്പെട്ട വനിതാ സ്ഥാനാർത്ഥികളോ നേതാക്കളോ ഒക്കെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ പ്രത്യേകമായിട്ട് വിളിച്ച് അഭിനന്ദിച്ച ആൾക്കാരെ ഓർക്കുന്നില്ല. പക്ഷേ ഞാനൊരു പാർട്ടീൻ്റെ ഉള്ളിൽ മാത്രം കൺഫൈൻഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ധാരണ. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ഈ പാർട്ടിയുടെ അപ്പുറത്തുള്ള CPM-ലൊക്കെ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ. കഴിഞ്ഞ തവണയൊക്കെ MLA ആയിരുന്ന ആളുകൾ ഉൾപ്പെടെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ആശ ചേച്ചിയുണ്ട്, അവരെ എറണാകുളത്ത് വെച്ച് ആലുവ വെച്ച് കണ്ടിരുന്നു. അവരൊക്കെ ആയിട്ട് എനിക്ക് വളരെ മുമ്പേ ഉള്ള ബന്ധങ്ങളാണ്. കേരളോത്സവം പരിപാടിയിലൊക്കെ പോയി വെച്ച് കണ്ടപ്പോൾ മുതലുള്ള ബന്ധങ്ങളാണ്. എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കുള്ളൂ. പക്ഷെ ഒത്തിരി ആളുകൾ, അവരെ പോലെയുള്ള ഒത്തിരി ആളുകൾ നമ്മളെ കാണുന്നു, സ്നേഹിക്കുന്നു. നമ്മൾ ആശയപരമായിട്ട് വ്യത്യസ്തരാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ അതിനേക്കാൾ മുകളിൽ വലുതായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, പൊന്നുമനുഷ്യന്മാർ, നമ്മുടെ ഫാത്തിമ തഹ്ലിയയുടെ ഈ ഒരു ഇന്റർവ്യൂ തീർന്നു. കുറേ പെൺകുട്ടികൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നറിഞ്ഞത് കൊണ്ടും അവർക്ക് ഫാത്തിമ തഹ്ലിയെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ ഒരു കോണ്ടന്റ് ചെയ്തത്. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.